ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ത്രീ സിസ്റ്റേഴ്സ് ഡയറി. ഞങ്ങൾ മക്കയ്ക്ക് പോകുന്ന രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കുറേ ആൾക്കാരിൻ്റെ വീഡിയോ കണ്ടിക്കണ്. എല്ലാവരും കമൻറ്റ് കണ്ട് എല്ലാവർക്കും വേണ്ടി തോന്നിക്കണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തോരക്ക. എല്ലാവരും അവിടെ എത്താൻ ഞാൻ തോരനിക്കണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഉംറ ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ആയിഷ പള്ളിക്ക് പോവുകയാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ മീഖാത്ത് ഏതാണ്? നിങ്ങൾ മദ്രസയിൽ പഠിച്ച ഓർമ്മ ഉണ്ടോ? ആരെങ്കിലും ഉമ്മാരോ ഉപ്പാരോ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാണ് നമ്മുടെ മീഖാത്ത് ഏതാണ്? നിങ്ങൾ തന്നെ ഉംറക്ക് കൊണ്ടുണ്ട്. അപ്പൊ ഒരു ബുക്കും വായിച്ച് പഠിച്ചാലേ കൊടുക്കണമേ. ഭാഗത്ത് കാണുന്ന ആ പച്ച ഗുബ്ബുള്ള പള്ളിയാണ് തലവെട്ട് പള്ളി. എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ, കളവ്, വഞ്ചന, കളവൊക്കെ ചെയ്താൽ, കൊലപാതകം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തലവെട്ട് ഇവിടെ കൊടുത്തിട്ടാണ് തലവെട്ടത്. ആ പള്ളിയാണ് ആ കണ്ട പള്ളി. വലതു ഭാഗത്ത് ഈ ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലൂടെ പോയാലാണ് നബിസ്വല്ലല്ലാഹു മുന്തിരിത്തോട്ടത്തിൽ ഇരുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ കഴിയുക. അവിടെ ഇപ്പോൾ അവതാരം മുൻഭാഗത്ത് ഇടത് ഭാഗത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്ത് പാർക്കിംഗ് ഏരിയക്ക് ആക്കിയിരുന്നില്ല അന്ന് ഇത് വഴി. അതാണ് കേട്ടോ. നമ്മുടെ വലതുവശത്തുള്ള ഈ പഴയ മതിൽക്കെട്ടുകൾ കാണുന്നുണ്ടോ? ഈ മതിൽക്കെട്ടുകളാണ് എന്റെ അകത്തായിരുന്നു എന്തുണ്ടായിരുന്നത്? മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നത്. പിന്നെ ഇടത് ഭാഗത്ത് കാണുന്ന ഒരു മുനാരം കണ്ടോ? കഴിഞ്ഞ മുമ്പ് യാത്രകളിലൊക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങി ആ മുനാരത്തിന്റെ മുകളിലൊക്കെ കയറിയിട്ട് നമ്മുടെ താഴേക്കോടുന്ന് നമ്മുടെ മാനാപത്തിക്കുന്നുള്ള തങ്ങളൊക്കെ പോന്നിരുന്നു. ആ ട്രിപ്പില് മൂത്രമൊക്കെ കയറിയിട്ട് അവർക്ക് ബാങ്ക് കൊടുത്തിരുന്നു അതിന്റെ മുകളിൽ കയറിയിട്ട്. പിന്നെ പാറയും നിങ്ങൾക്ക് കാണാം. ഈ വീട് ആർക്കാന്ന് പറഞ്ഞ ആ ജൂതപ്പെണ്ണിന്റെ വീട് നിന്നിരുന്ന സ്ഥലമാണ് ഈ ഇത് കാണുന്നത്. ഇവിടെ അവിടേക്ക് എത്തുന്നുണ്ട്. ഇരുന്നൂറ് കാണും. അവിടേക്ക് എത്തും. ഈ വണ്ടി എടുത്താൽ കിട്ടൂല. ആ ബസ് ബാക്കിൽ തന്നെ പോയി ബാക്കിൽ തന്നെ പോവാം. കണ്ടോ? ഈ ജൂത സ്ത്രീയുടെ വീടാണ് ഈ നിന്നിരുന്ന ഭാഗം. ഇവിടെ പൊളിഞ്ഞാടിയ ഒരു ബിൽഡിംഗ് ഇടത് ഭാഗത്ത് കാണുന്നുണ്ടെങ്കിലേ. ഇനി ആ പാറയുടെ മുകളിൽ അതിനൊക്കെ ഒരു കല്ലിങ്ങനെ വീഴാറായി നിൽക്കുന്നു. അറിയില്ലേ? ആ വലിയ പാറ
രണ്ട് കല്ല് ഇങ്ങനെ പേര് കൊടുത്തു ആ കല്ലിന് കണ്ടില്ലേ? ആ കല്ല് മഹാരാജ് ജിബ്രീൽ അലൈഹിസ്സലാം തടഞ്ഞു നിർത്തിയ ദ്രോണാണ് ആ കല്ല് കേട്ടോ. ഇരുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളി. പഴയ കെട്ടുകൊണ്ടിരുന്ന കരികളോടെ കൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മുസ്ലിം മതം വിശ്രമിച്ചത്. നിങ്ങൾ നേരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഓണർക്ക് ഇരിക്കണം, വേറെ കഥകളൊന്നും പറയണ്ട. മനസ്സിലായില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യമായിട്ട് റഹ്മത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിട്ടുള്ളത്. കാരുണ്യമായി റഹ്മത്തായി അയക്കപ്പെട്ട പ്രവാചകർ പറയുകയാണ്, ഞാൻ അവർക്ക് എങ്ങനെ ദ്രോഹം ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഓ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹം നന്നായില്ല എങ്കിലും ഇവരുടെ പിൻതലമുറക്കാരെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അടിയിൽ എല്ലാ നിലകളിലുമുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ജംറ കണ്ടില്ല, ഞാൻ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് കല്ലെറിഞ്ഞ ആളുകൾ. ഇവിടെ ഒരു കള്ളവഴി ഉണ്ടായിരുന്നല്ലോ പറയുന്നത്. അതൊക്കെല്ല ഈ യാചിക്ക വന്ന കാരണത്താൽ മുഴുവൻ ഉണ്ടാക്കി ബ്ലോക്കാക്കി കളഞ്ഞ്. അയ്യ കണ്ടുകൊണ്ടില്ല, അടുത്തടുത്ത് കണ്ടില്ല. ഇതിലൊന്ന് വന്ന് കിടക്കണല്ലോ. അതെ അതെ, രണ്ട് സൈഡിൽ നോക്കി മക്കളെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മസ്ജിദുൽ ഖൈഫ് കണ്ടോ? അയ്യോ പറയുന്നില്ല. നിലയിലെ പള്ളിയുടെ പേരെന്താ? നിലയിലെ പള്ളിയുടെ പേരെന്താ മക്കളെ? മസ്ജിദുൽ ഖൈഫ്. അതാണ് കണ്ടോ? ഞാൻ നടന്ന ഹോസ്പിറ്റലിലേക്ക്
ആയിക്കോട്ടെ. ബാബുസലാം. അപ്പോൾ ആ പച്ചമുറിൽ ബാബുസലാം കണ്ടോ? ബാബുസലാമിലൂടെയാണ് ഹറമിലേക്ക് പ്രവേശിക്കൽ സുന്നത്ത്. അതിന് എന്ത് ചെയ്യണം? അതിൽ കൂടി ഇങ്ങനെ പോയിട്ട് ബാബുസലാം ബാബുസലാം കണ്ടില്ലേ? എന്താ പോലെ വീട് ഗൈസ്. ഈ ബാത്റൂമില്ലേ? ആ നിന്നിരുന്ന സ്ഥലത്തായിരുന്നു ആരുടെ വീടുണ്ടായിരുന്നത്? അബൂ ജഹലിന്റെ വീടുണ്ടായിരുന്നു. അബൂ ജഹൽ റസൂലുള്ളാഹിന്റെ വീട്. ഇതെന്താ കിണറാ? എത്ര ദിവസമാണെന്ന്? 11 ദിവസത്തോളമോ അതോ 3 മാസമാണോ എന്നൊക്കെ എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല. അത്രയും ദിവസം കഴിഞ്ഞുകൂടിയ മഹാനായ നബിയും സഹാബത്ത് കഴിഞ്ഞുകൂടിയ മലയാണ് ഷഅബ ആമിർ. ആ മലയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അങ്ങനത്തെ ആ ഭാഗം മുഴുവനും ഷഅബ ആമിർ എന്നാണ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി ചെയ്ത ത്യാഗം അതിൻ്റെ ഒരു മാളിലാണ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ് മാളില്. സൗണ്ട് ഞങ്ങള് അവിടെ മാളില് പോയി ന്യൂക്കിലൊക്കെ മേടിച്ച് തുടങ്ങിയ
അപ്പൊ ഞങ്ങൾ മദീനത്തേക്ക് പോവുകയാണ്. അവിടെ ഒരുപാട് ഇരിക്കാനുണ്ട്. അടുത്ത വീഡിയോ അയച്ചു വരാ. ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അസ്സലാമു അലൈക്കും.